ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൺ ഷോട്ട് റിവിഷൻ വീഡിയോസ് ചെയ്യുകയാണ്. അത് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്സ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാമെന്നാണ് ഓരോ ചാപ്റ്ററും. പക്ഷേ പിള്ളേർ പറഞ്ഞത് പഠിക്കാൻ എളുപ്പം വൺ ഷോട്ടാണ്. സോ ഒറ്റ വീഡിയോയിൽ ഫുൾ ചാപ്റ്റർ കിട്ടുന്ന രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞത്. സോ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതിന് മുന്നേ ഓൺ എക്സാമിനുള്ള പോർഷൻസ് പറഞ്ഞേക്കാം. ബിസിനസ് സ്റ്റഡീസ് നമുക്ക് ആദ്യത്തെ 5 പാഠങ്ങളുണ്ട്. എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ മൈക്രോയിൽ ആദ്യത്തെ 3 പാഠങ്ങൾ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് വരെ. ദെൻ എക്കണോമിക്സ് പറഞ്ഞു അക്കൗണ്ടൻസി പാർട്ട് 1 നിന്നാണെങ്കിൽ ആദ്യത്തെ 2 പാഠത്തിലെ തന്നെ രണ്ടാമത്തെ പാഠത്തിലെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ വരെ, അതുണ്ട്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ ഉണ്ട്, അതുവരെ ഉള്ളത്. ദെൻ പിന്നെ നമുക്ക് വരുന്ന ഇംഗ്ലീഷ് വരുന്നത് അവർ ഓഫ് ട്രൂത്ത് വരെയാണ് കേട്ടോ. ഇത്രയാണ് പോർഷൻസ് വരുന്നത്. ഈ അക്കൗണ്ടൻസി തന്നെ പാർട്ട് 2 AFS ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡും ഉണ്ട്. അത് രണ്ടും ആദ്യത്തെ 2 പാഠങ്ങൾ അവർക്ക് വരാം. സോ നമുക്കിതിലേക്ക് കിടക്കാം. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവവും അതേപോലെ തന്നെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രാധാന്യമാണ് പഠിക്കുന്നത്. എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാസ് ബീൻ ഡിഫൈൻഡ് എസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് ഗോൾസ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അതായത് ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയോടെയും കാര്യക്ഷമമായിട്ടും നേടിയെടുക്കുന്ന പ്രക്രിയ, അതാണ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ആ പ്രക്രിയയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 2 മാർക്കിൻ്റെ ഒരു കാര്യം പഠിക്കാനുണ്ട്. ഇഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി. ഈ വണ്ടി ഫ്യൂൽ എഫിഷ്യൻ്റ് ആണോ? നമ്മൾ വണ്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ ചോദിക്കാറുണ്ട്, ഫ്യൂൽ എഫിഷ്യൻ്റ് ആണോ? അതായത് എന്താ, നമുക്ക് പെട്രോൾ അടിച്ചാൽ ആ പെട്രോളിന് 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം അതിന് എന്തുമാത്രം മൈലേജ് കിട്ടും, കോസ്റ്റ് എഫക്റ്റീവ് ആണോ, അതായത് കോസ്റ്റ് എഫിഷ്യൻ്റ് ആണോ എന്നുള്ളതാണ്. അത് എന്താ പറയുക, കുറഞ്ഞ ചിലവിൽ ചെയ്യുന്നതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. കുറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതാണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഒരാൾ എഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ അയാൾ കാര്യങ്ങൾ കുറഞ്ഞ ചിലവിൽ ചെയ്യും, എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് മാറിപ്പോകരുത്. സോ കുറഞ്ഞ ചിലവിൽ നിശ്ചിത ഉൽപ്പാദനം സമയബന്ധിതമായിട്ട് നടത്തുന്നു, കുറഞ്ഞ ചെലവിൽ നടത്തുന്നു, അതാണ് എന്ത്, എഫിഷ്യൻസി മീൻസ് ഡൂയിങ് ദ ടാസ്ക് കറക്റ്റ്ലി ആൻഡ് അറ്റ് എ മിനിമം കോസ്റ്റ്. അതേസമയം എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് ദ റൈറ്റ് ടാസ്ക്, കംപ്ലീറ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് അച്ചീവിങ് ഗോൾസ്. അതായത് കൃത്യമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക, വിപണന സാധ്യത കൂട്ടുക, ഇതെല്ലാം കറക്റ്റ് സമയത്ത് ചെയ്യുക, അതാണ് എന്ത്, ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മാനേജ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. അതായത് ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യം ഉണ്ടാകും. എന്നാൽ മാനേജ്മെൻറ്റ് ലക്ഷ്യം സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക, ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക. ഓക്കെ, സ്ഥാപനത്തിൽ വിവിധ വ്യക്തികളുടെ പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാകുമല്ലോ, ഇതെല്ലാം ഒന്നിപ്പിച്ച് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. മാനേജ്മെന്റ് ഈസ് ഓൾ പെർവാസീവ് എന്ന് പറഞ്ഞാൽ എന്താ, സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഏത് തരത്തിലുള്ള സ്ഥാപനം ആയിക്കോട്ടെ, ഏത് രാജ്യത്തും ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും മാനേജ്മെന്റ് നമുക്ക് ആവശ്യമാണ്. മൂന്നാമത്തേതാണ് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷനൽ. അതായത് ബഹുവിധ മാനങ്ങളുള്ളതാണ്, പല രീതിയിൽ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. മാനേജ്മെന്റ് ഓഫ് വർക്ക് വരുന്നുണ്ട്, അതായത് തൊഴിൽ, ആ സ്ഥാപനത്തിൽ തൊഴിൽ മാനേജ് ചെയ്യണം. മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ വരുന്നുണ്ട്, ആ സ്ഥാപനത്തിലെ വ്യക്തികളെ മാനേജ് ചെയ്യണം. മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്, പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മാനേജ്മെൻറ്റിൽ വരും. നാലാമത്തെ പ്രത്യേകതയാണ് മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അതായത് തുടർ പ്രക്രിയ ആണെന്നുള്ളതാണ്. ഇത് എപ്പോൾ തുടരും അല്ലെങ്കിൽ എപ്പോൾ അവസാനിക്കും ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇതിനൊരു അവസാനം ഇല്ലാതെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. തന്നെ ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്, ഒരുപാട് വ്യക്തികൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ, അതായത് ചലനാത്മകമായിട്ടുള്ള പ്രവർത്തനമാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചലനാത്മകം എന്ന് വെച്ചാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് മാനേജ്മെൻറ്റിൽ, ഓർഗനൈസേഷനിൽ എന്ത് വരുത്തണം, സ്ഥാപനത്തിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം. ദെൻ മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അദൃശ്യ ശക്തിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ,
ഇല്ല. പക്ഷെ നമുക്കതിൻ്റെ പ്രസൻസ് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നേരിട്ട് കാണാൻ സാധിക്കില്ലെങ്കിലും ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മികവിലൂടെയൊക്കെ നമുക്ക് അവിടെ നല്ലൊരു മാനേജ്മെൻ്റ് ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് മാനേജ്മെൻ്റ് ഒരു അദൃശ്യ ശക്തിയാണ്, അഥവാ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണെന്ന് പറയുന്നത് കേട്ടോ. സോ അടുത്തത് 5 മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേത് വരുന്നതാണ് സംഘടനാപരമായ ലക്ഷ്യങ്ങൾ, അതായത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സംഘടനാപരമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. സംഘടനാപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിന് 3 രീതിയിലാണ് ഉള്ളത്. 3 ലക്ഷ്യങ്ങളാണ് സംഘടനാപരമായിട്ടുള്ളത്, ഓർഗനൈസേഷനിലായിട്ടുള്ളത്. ഒന്ന് സർവൈവൽ എന്ന് പറഞ്ഞാൽ നിലനിൽപ്പാണ്. ഏതൊരു ബിസിനസ്സിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാന ലക്ഷ്യം എന്തായിരിക്കും, ആ മാർക്കറ്റിലൊന്ന് നിലനിന്ന് പോകണം എന്നുള്ളത്. അതാണ് സർവൈവൽ. രണ്ടാമത്തേതാണ് പ്രോഫിറ്റ് അഥവാ ലാഭം. ഏതൊരു സംരംഭത്തിന് വളർച്ചയ്ക്ക് എന്താ ആവശ്യമുണ്ട്, പ്രോഫിറ്റ് ആവശ്യമുണ്ട്. സോ പ്രോഫിറ്റും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അടുത്ത ലക്ഷ്യമാണ് വരുന്നത് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ച എന്തിനാവശ്യം, ഉയർന്ന പല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും പല പല സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനും അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ള അതിൻ്റെ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വളർച്ചയും ആവശ്യമാണ്. സോ ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിൽ സംഘടനാപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വരുന്നതാണ് സർവൈവൽ, നിലനിൽപ്പ്, പ്രോഫിറ്റ്, ലാഭം, ഗ്രോത്ത്, വളർച്ച. ഇനി ഇത് കൂടാതെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതായത് സാമൂഹിക ലക്ഷ്യങ്ങളുണ്ട്. ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് അല്ലേ, ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമൂഹം എന്താണോ ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ഫുൾഫിൽ ചെയ്യേണ്ട ഒരു ബാധ്യത ബിസിനസ്സിനുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് പരിസ്ഥിതി സൗഹാർദ്ദ ഉൽപ്പാദന രീതികൾ കൊണ്ടുവരാം. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ കൊടുക്കുക. പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ കൊടുക്കുക. പിന്നെന്താണ്, ആശുപത്രി സേവനങ്ങൾ, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉറപ്പുവരുത്തുക. ഇതൊക്കെ സോഷ്യൽ ഒബ്ജക്റ്റീവിൽ വരും. മൂന്നാമത്തേതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. ഒരു സ്ഥാപനത്തിൽ ഓരോ വ്യക്തിയും ജോയിൻ ചെയ്യുമ്പോൾ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്തിനു ശ്രമിക്കണം, മാനേജ്മെൻറ്റ് ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു സാറ്റിസ്ഫൈ ഡിഫറെൻറ്റ് നീഡ്സ് ഓഫ് ദി എംപ്ലോയീസ്. അതായത് തൊഴിലാളികൾക്ക് ഉയർന്ന ശമ്പളവും ആനുകൂല്യവും അംഗീകാരങ്ങളും എല്ലാം കൊടുത്തിട്ട് എന്ത് ഉറപ്പ് വരുത്തണം, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഒപ്പം തന്നെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളും ഒരേപോലെ നിറവേറുന്നുണ്ട് എന്നുള്ളത് മാനേജ്മെൻറ്റ് ഉറപ്പ് വരുത്തണം. ഓക്കെ, അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് അഥവാ മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം. പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും നിങ്ങൾക്ക് മാറ്റി എഴുതാം, കുഴപ്പമൊന്നുമില്ല. സോ ആദ്യത്തേതാണ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്, അതായത് കൂട്ടായ ലക്ഷ്യങ്ങൾ നേടാൻ മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെ, പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ്, കൂട്ടായ പ്രവർത്തനമാണ്, ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിട്ട് വേണം സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. മാനേജ്മെൻറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. അതായത് കുറഞ്ഞ ചെലവിലുള്ള ഉൽപ്പാദനം നടത്തുന്നതിലൂടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ദെൻ മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ, ചലനാത്മകമായ ഒരു സംഘടനയെ സൃഷ്ടിക്കുന്നു. അതായത് എന്ത് മാറ്റങ്ങൾ വന്നാലും ആ മാറ്റങ്ങൾ നമുക്ക് സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ആ മാറ്റത്തിനോട് ഒത്തുപിടിച്ച് മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്നു. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നു. സൊസൈറ്റിയുടെ, സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നു. ഇതെല്ലാം പറഞ്ഞതല്ലേ, അപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം തന്നെ എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതി. അടുത്തതാണ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവമാണ്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ, ഇതുപോലെ മാനേജ്മെൻറ്റിനും സ്വഭാവമുണ്ട്. സോ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് 3 രീതിക്ക് പറയാം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു കലയാണെന്ന് പറയാം. മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് പറയാം. മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് പറയാം. കാരണം എന്താ, ഈ കല, ആർട്ടിന് വേണ്ട കുറേ പ്രത്യേകതകളുണ്ട്. നോക്കുമ്പോൾ അതിൽ കുറേ പ്രത്യേകതകളൊക്കെ മാനേജ്മെൻറ്റിനും ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണ്. അപ്പോൾ ആർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. കല, ആർട്ട് ഈസ് എ സ്കിൽഫുൾ ആൻഡ് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ടു അച്ചീവ് ഡിസൈർഡ് റിസൾട്ട്. ഒരാൾക്കുള്ള ബേസിക് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ടാകും. ആ നോളജ് വെച്ചിട്ട് അയാൾ വളരെ സ്കിൽഫുള്ളായിട്ട് സർഗാത്മകമായിട്ടും അയാളുടെ കഴിവോട് കൂടിയിട്ടും ഒക്കെ അത് അപ്ലൈ ചെയ്യുന്നതാണ് ആർട്ട്. സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും പൂവ് വരയ്ക്കാൻ അറിയായിരിക്കും. ഒരു കുട്ടിയുടെ അടുത്ത് ടീച്ചർ പൂവ് വരയ്ക്കാൻ പറഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെ വരയ്ക്കും. വേറൊരു കുട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരയ്ക്കുക. പിന്നെ വേറൊരാളോട് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പൂവ് വരയ്ക്കുന്നത്. പലരും പല
രീതിയിലായിരിക്കും അല്ലേ വരയ്ക്കുന്നത്. സോ ഈ ഡ്രോയിങ് ഒരു ആർട്ടാണല്ലോ, അത് അപ്ലൈ ചെയ്യുന്നത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാകുക. അവിടെ ഒരു തിയററ്റിക്കൽ നോളജ് ഉണ്ടാകും അല്ലേ. അതിൻ്റെ പ്രത്യേകത എന്താ? എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് ആണ്. അതായത് വിജ്ഞാന ശാഖയുടെ പിൻബലം എന്ന് മലയാളത്തിൽ പറയും. അതായത് പക്ഷേ ഏതൊരു സംഭവത്തിന് അതിൻ്റെതായിട്ടുള്ള ബുക്കുകൾ ഉണ്ടാകുമല്ലോ അതിനെ പറ്റിയിട്ട് പറയുന്നത്. അതിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള ബുക്കുകൾ ഉണ്ടാകും. ആ ബുക്കിൽ അതിനെ പറ്റിയിട്ട് ഒരുപാട് അറിവുകൾ ഉണ്ടാകും. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്, അതായത് വിജ്ഞാന ശാഖയുടെ പിൻബലം. മാനേജ്മെൻറ്റിനുണ്ട്, മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് എഴുതിയിട്ടുള്ള ഒരുപാട് ബുക്സ് ലിറ്ററേച്ചർ മാനേജ്മെൻറ്റിനുണ്ട്. സോ ആ പ്രത്യേകത അപ്പോൾ മാനേജ്മെൻറ്റിന് വന്നു. തന്നെ ഇതൊരു പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷനാണ്, വ്യക്തിഗത ആവിഷ്കാരമാണ്. പല ആളുകളും കല അപ്ലൈ ചെയ്യുന്നത് പല രീതിയിലാണ്, അവരുടെ അറിവ് വെച്ചിട്ട്, അവരുടെ കഴിവ് വെച്ചിട്ട്. മാനേജ്മെൻറ്റും അങ്ങനെ തന്നെയാണ്. ഓരോ മാനേജറും ഓരോ പ്രശ്നങ്ങളിൽ സോൾവ് ചെയ്യുന്നത്, ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ അവിടെ കറക്റ്റായി. ദെൻ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ഒരാളൊരു ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഡ്രോയിങ് ആയിക്കോട്ടെ, ആ ഒരു കലയിൽ നൈപുണ്യം നേടുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അതിലൊരു പ്രോ ആകുന്നത് എപ്പോഴാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് നാളത്തെ പ്രാക്ടീസ്, പരിശീലനത്തിനും ക്രിയേറ്റിവിറ്റി, അയാൾ സർഗാത്മകത അതൊക്കെ വെച്ചിട്ടാണ് അല്ലേ, അയാളുടെ ക്രിയേറ്റിവിറ്റി അയാളുടെ പ്രാക്ടീസൊക്കെ വെച്ചിട്ടാണ് അയാൾ അതിൽ അടിപൊളിയാവുന്നത്. മാനേജറും അങ്ങനെ തന്നെ ഒരുപാട് നാളത്തെ അയാളുടെ എക്സ്പീരിയൻസിൽ നിന്നും പല സ്ഥലത്തും ജോലി ചെയ്തൊരു എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ടൊക്കെയാണ് അയാൾ അതിൽ എന്താണ് പ്രോ ആകുന്നത്, സ്കിൽഫുള്ളായിട്ട് മാറുന്നത്. സോ മാനേജ്മെൻറ്റിൻ്റെ 3 പ്രത്യേകതകൾ ആർട്ടിൻ്റെ 3 പ്രത്യേകതകൾ മാനേജ്മെൻറ്റിനുണ്ട്. സോ നമുക്ക് മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണെന്ന് പറയാം. പിന്നെ അടുത്തത് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് ആണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണെന്ന് പറയുന്നു. ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താ? സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ, അതായത് ക്രമപ്രകാരമുള്ള ഒരു വിജ്ഞാന ശാഖ, ബുക്കുകളുണ്ടെന്ന് ഓർത്താൽ മതി. അതിനെ പറ്റിയിട്ട് സയൻസിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഒരുപാട് ബുക്സ് ഇല്ലേ, നമ്മുടെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും ഉണ്ട്. അപ്പോൾ ആദ്യത്തേത് സെറ്റായി. രണ്ടാമത്തേത് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ. ഈ സയൻസിലെ ഓരോ തത്വങ്ങൾ എന്ന് പറയുന്നത് ഓരോ പരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് അല്ലേ, അതിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. അപ്പോൾ മാനേജ്മെൻറ്റിനെ അങ്ങനെ തന്നെ പല ഓർഗനൈസേഷനിൽ ഓരോരോ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളതാണ് എന്ത്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അത് രണ്ടും ശരിയായി. ദെൻ മൂന്നാമത്തേത് യൂണിവേഴ്സൽ വാലിഡിറ്റി. സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടതാണ്, എല്ലാ സ്ഥലത്തും ഒരേപോലെ അംഗീകരിക്കപ്പെട്ടതാണ് സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ മാനേജ്മെൻറ്റ് അങ്ങനെയല്ല. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സയൻസ് പോലെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല. ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു പ്രത്യേകത മാനേജ്മെൻറ്റിന് ഇല്ല. സയൻസിൻ്റെ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി മാനേജ്മെൻറ്റിന് ഇല്ല, അത് പ്രത്യേകം ഓർക്കാം. ദെൻ അടുത്തതാണ് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് പറയുന്നു. അപ്പോൾ പ്രൊഫഷൻ എന്താ പ്രത്യേകത നോക്കാം. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ വിദഗ്ധ തൊഴിൽ. വിദഗ്ധ തൊഴിൽ എന്ന് പറയുമ്പോൾ എന്താണ്? അയാൾക്കൊരു സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടാവും, അയാൾക്ക് അതിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറിൻ്റെ ഫീൽഡിലേക്കുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പഠിച്ചിരിക്കുന്നത്, അതിന് ട്രെയിനിങ് കിട്ടും. ഒരു ടീച്ചർ ആണെങ്കിൽ അങ്ങനെ, ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അങ്ങനെ, ഒരു CA കാരൻ, ഒരു CMA കാരൻ, ഒരു CS, ഇതൊക്കെ ആണെങ്കിൽ അവർ ആ സ്പെഷ്യലൈസ് ചെയ്ത് അവരുടെ ഭാഗം പഠിച്ചിട്ട് അതിൽ ട്രെയിനിങ് കിട്ടിയ ആളുകളാണ്. ഇതാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊഫഷൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ ആദ്യത്തേത് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. അത് തന്നെ സെയിം തന്നെ, പ്രത്യേക പഠന വിഷയമാണ്, ബുക്സ് ഉണ്ടെന്ന് ഓർത്താൽ മതി. മാനേജ്മെൻറ്റും അതിൻ്റെ എക്സ്പേർട്ടുകൾ എഴുതിയിട്ടുള്ള ഒരുപാട് ബുക്കുകളുണ്ട്. റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്, എല്ലാവർക്കും പ്രൊഫഷണൽ ആകാൻ പറ്റില്ല. ഓക്കെ, ആ കാര്യങ്ങൾ പഠിച്ച് നിയന്ത്രിത പ്രവേശനമാണ് അവിടെ ഉള്ളത്. വിദ്യാഭ്യാസ യോഗ്യത വേണം, ഡോക്ടർ ആവണമെങ്കിലും ടീച്ചർ ആണെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണമെങ്കിലും ഒക്കെ എന്താണ് ഒരു നോളജ്, വിദ്യാഭ്യാസ യോഗ്യത അവിടെ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സോ എല്ലാവർക്കും അങ്ങനെ എന്താ പറ്റുക, പ്രൊഫഷൻ ആവാൻ പറ്റും, പ്രൊഫഷനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ മാനേജ്മെൻറ്റ് അങ്ങനെ വേണ്ട, മാനേജ്മെൻറ്റിന് ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നുമില്ല, സ്കില്ലുണ്ടായാൽ മതി. സോ രണ്ടാമത്തേത് ഇവിടെ കറക്റ്റ് ആകുന്നില്ല കേട്ടോ. ഇത് പഠിച്ചാൽ മാത്രമേ മാനേജർ ആകാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ദെൻ പ്രൊഫഷണൽ അസോസിയേഷൻ, അതായത് പ്രൊഫഷണൽ സംഘടനകളുണ്ട്. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ്സിനാണെങ്കിൽ ബാർ കൗൺസിലുണ്ട്, അതേപോലെ ഓരോന്നിനും ഓരോ പ്രൊഫഷനും അതിൻ്റേതായിട്ടുള്ള അസോസിയേഷൻ ഉണ്ട്. മാനേജ്മെൻറ്റിനും ഉണ്ട്. മാനേജ്മെൻ്റ് ആണെങ്കിൽ AIMA ഉണ്ട്, ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്. അവിടെ മെമ്പറാണെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അസോസിയേഷൻ ഉണ്ട്. ദെൻ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്, അതായത് അംഗങ്ങൾക്കുള്ള പെരുമാറ്റ ചട്ടങ്ങൾ ഉണ്ടാകും. ആ ഒരു പ്രൊഫഷനിലുള്ള ആൾ അവർ ഫോളോ ചെയ്യുന്ന പെരുമാറ്റ ചട്ടങ്ങളുണ്ട്, അതാണ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്.
ആ പ്രൊഫഷണൽ സ്ഥാപനം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നമ്മുടെ മാനേജ്മെൻറ്റിനും അതേപോലെ തന്നെ IMA പറയുന്ന പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്, പെരുമാറ്റ ചട്ടങ്ങളുണ്ട്, പക്ഷേ അത് ഫോളോ ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ. ദെൻ അവസാനത്താണ് സർവീസ് മോട്ടീവ്. സേവന സന്നദ്ധതയാണ്. പ്രൊഫഷന് സർവീസ് പോലെയാണ് അല്ലേ. പക്ഷേ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്താണ്? മാനേജ്മെൻറ്റ് ലക്ഷ്യം എന്ന് വെച്ചാൽ നല്ല നല്ല പ്രോഡക്ട്സ് സൊസൈറ്റിയിലേക്ക് കൊടുത്ത് എന്താണ് സെയിൽസ് ഉറപ്പ് വരുത്തുക, ഓർഗനൈസേഷന് ലാഭം ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ കടക്കുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്, അഥവാ മാനേജ്മെൻറ്റിൻ്റെ തലങ്ങളാണ്. പല തലങ്ങൾ. മാനേജ്മെൻറ്റ് 3 തലങ്ങളായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത്. ടോപ്പ് മാനേജ്മെൻറ്റ്, ആദ്യത്തേത് ടോപ്പ് മാനേജ്മെൻറ്റ് അഥവാ ഉന്നത തല മാനേജ്മെൻറ്റ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഈ ഒരു ട്രയാങ്കിൾ വരച്ച് വെക്കണേ. ഇങ്ങനെ വരയ്ക്കാനുള്ളതൊക്കെ വരച്ചാൽ മാർക്ക് കിട്ടാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ വരയ്ക്കാനുള്ളതൊക്കെ വരച്ചോളാം. ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സീനിയർ മോസ്റ്റ് എക്സിക്യൂട്ടീവ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ ആരൊക്കെ ഉണ്ടാകുക? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഫിനാൻസ് ഓഫീസർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇങ്ങനെയുള്ളവരൊക്കെയാണ് ടോപ്പ് മാനേജ്മെൻറ്റിൽ വരാം. അപ്പോൾ ഇവരുടെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധ തലത്തിലുള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആക്ടിവിറ്റീസ് എല്ലാം ഒരുമിപ്പിക്കും, കോർഡിനേറ്റ് ചെയ്യും, ഏകോപിപ്പിക്കും. പിന്നെ ആ ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഗോളുകളൊക്കെ അവർ ഉറപ്പുവരുത്തും, നടപ്പിൽ വരുത്തും. പിന്നെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ മാറുന്ന സാഹചര്യം അനുസരിച്ചിട്ട് അവരും ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ് അടുത്തത്, അതായത് മധ്യതല മാനേജ്മെൻറ്റ്. മധ്യതല മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അതാത് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെഡാണ് വരിക. അതായത് പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് ഇവിടെ വരുന്നത്. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഉന്നതതല മാനേജ്മെൻറ്റ് ഉണ്ടല്ലോ, ടോപ്പ് മാനേജ്മെൻറ്റ്, അവർ കൊണ്ടുവന്ന പോളിസീസ് നടപ്പിൽ വരുത്തും. പിന്നെ അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട ആവശ്യത്തിന് വേണ്ട ജീവനക്കാരുണ്ട്, പേഴ്സണൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തും. ഓരോരുത്തർക്കും വേണ്ട ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, കടമകളും ഉത്തരവാദിത്തങ്ങളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കും. ടു മോട്ടിവേറ്റ് ദം അച്ചീവ് ഡിസൈഡ് ഒബ്ജക്റ്റീവ്, ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ, പ്രചോദനം ഒക്കെ കൊടുക്കും. ആൻഡ് മൂന്നാമത്തേതാണ് സൂപ്പർവൈസറി ഓർ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്. ഇതിൽ വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർമൻ, സൂപ്പർവൈസർ, അക്കൗണ്ട്സ് ഓഫീസർ, സെയിൽസ് ഓഫീസർ, അതായത് കീഴ്ത്തല അല്ലെങ്കിൽ പ്രവർത്തനതല മാനേജ്മെൻ്റ് ആണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാത് ദിവസത്തെ വർക്ക് പ്ലാൻ ചെയ്യും. ദെൻ അതേപോലെ തന്നെ മിഡിൽ ലെവൽ, മധ്യതല മാനേജ്മെൻറ്റിന് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ, നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കും. അവരിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് വർക്കേഴ്സിലേക്ക് എത്തിക്കും. പിന്നെ ഓരോ ദിവസത്തെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. ജോലിക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കും. അവരുടെ പെർഫോമൻസ് റിപ്പോർട്ട് മാനേജ്മെൻറ്റിന് അയച്ചു കൊടുക്കും. ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് 5 നമുക്ക് പഠിക്കാനുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ആസൂത്രണം, സംഘാടനം, ഉദ്യോഗവൽക്കരണം, മാർഗ്ഗനിർദ്ദേശം, നിയന്ത്രണം. സിമ്പിളായിട്ട് പഠിച്ചാൽ മതി, കാരണം ഇത് ഓരോരോ പാഠങ്ങളായിട്ട് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആര് എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ, സംഘാടനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ഗ്രൂപ്പ് ചെയ്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഓരോരുത്തർക്ക് വേണ്ട ജോലി എത്തിച്ചു കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പീപ്പിളിനെ റൈറ്റ് ജോബിലേക്ക് ഇരുത്തുക എന്നുള്ളതാണ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് വേണ്ട മോട്ടിവേഷനും എല്ലാ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ നയിക്കുക. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇവരൊക്കെ നിയന്ത്രിക്കുക. അവസാനത്തെ ടോപ്പിക്കാണ് കോർഡിനേഷൻ അഥവാ ഏകോപനം. ഏകോപനം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ അന്തസത്ത, എസൻസ് ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഗ്രോത്ത് ഇൻ സൈസ്. ഗ്രോത്ത് ഇൻ സൈസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സ്ഥാപനത്തിൻ്റെ വളർച്ച. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ച അനുസരിച്ചിട്ട് അതിൽ ജീവനക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പല പല ആളുകളല്ലേ, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ അവിടെ കോർഡിനേഷൻ ആവശ്യമുണ്ട്. ദെൻ ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ, പ്രവർത്തന വൈവിധ്യം. ഒരു സ്ഥാപനത്തിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും അല്ലേ, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, അങ്ങനെ. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഇതിനൊക്കെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ അവിടെയും കോർഡിനേഷൻ ആവശ്യമുണ്ടല്ലോ, അതാണ് അതിൽ പറയുന്നത്. അവസാനത്തേതാണ് സ്പെഷ്യലൈസേഷൻ, വൈദഗ്ധ്യം നേടൽ. അതായത് എല്ലാ സ്ഥാപനത്തിലും ഇപ്പോൾ ഒന്നിലധികം സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ അതായത് ആ ഒരു മേഖലയിൽ എന്താ പറയുക, വൈദഗ്ധ്യം നേടിയ ആളുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഒരുപാട് സ്പെഷ്യലിസ്റ്റ് വരുമ്പോൾ ഇവർ തമ്മിലൊന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെയും നമുക്ക് കോർഡിനേഷൻ ആവശ്യമാണ്.
അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരു സ്ഥാപനത്തിൽ കോർഡിനേഷൻ ആവശ്യമുള്ളത്. അപ്പോൾ ഇത് ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ 1 ചാപ്റ്റർ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 ഷോട്ട് റിവിഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? അവസാനം വരെ കണ്ടവർ ആരാ ഉള്ളതെന്ന് വെച്ചാൽ സ്പെഷ്യലൈസേഷൻ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ഇതേപോലെ പറഞ്ഞിട്ട്. സോ അവസാനം വരെ കണ്ടവർ സ്പെഷ്യലൈസേഷൻ എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.